Second question is to find out the current supplied by the source. That is, I am notating this current supplied by the source current as I. Okay, and also we need to in order to find out the current I, we know we can find out the current I is equal to V divided by R. I is equal to V divided by R. How can we solve this? We have voltage that is given as 30 volt and we have to find out the resistance. What is the resistance? Resistance from this side. In order to solve circuits like this, it is easy if we are naming the nodes or junctions. So I am naming it as A, B. Here it is a junction C, D. I am just naming it as A, B, C, D. Okay, so what is the resistance? That is the resistance across A and D. So R, A, D. I can write it as R, A, D. So we are going to simplify the resistance. So in order to find out the resistance here, I told you if the circuit look like this, it is easy. If we start from the furthest side, ഏറ്റവും അറ്റത്തു നിന്നൊക്കെ തുടങ്ങുവാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. എപ്പോഴും അങ്ങനെ ആവണമെന്നൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നത് അതിൻ്റെ ഈ ടെർമിനൽസിൻ്റെ ഏറ്റവും ദൂരഭാഗത്തു നിന്ന് തുടങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഹിൻസ് കിട്ടും. അല്ലാതെ തന്നെ ചില സർക്യൂട്ട്സിലൊക്കെ ദ റെസിസ്റ്റൻസ് വിൽ ബി സീരീസ് വിത്തിൻ എ ബ്രാഞ്ച്. ഇതിനകത്തൊക്കെ രണ്ടെണ്ണം സീരീസ് വരും. അല്ലെ ലുക്ക് ഇൻ ദിസ് കേസ്, ഈ കേസിൽ നോക്കിക്കേ, ദീസ് ടു റെസിസ്റ്റൻസസ് ആർ ഇൻ പാരലൽ. നമുക്ക് ഡയറക്റ്റ് കിട്ടുവാണെങ്കിൽ അതിനെ അവിടുന്ന് തന്നെ സോൾവ് ചെയ്ത് വിടാനും പറ്റും. ഓക്കെ, സോ ഐ എം സ്റ്റാർട്ടിങ് വിത്ത് ദ ഫർദസ്റ്റ് എൻഡ്. ഞാൻ ഏതായാലും ഈ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഒരു സൈഡിൽ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ദിസ് ഇസ് ഈ റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഏതാ നോക്കിക്കേ, ഈ റെസിസ്റ്റൻസ് ഇൻ ബിറ്റ്വീൻ ആർ എ ആൻഡ് ബി, ദാറ്റ് ഈസ് ദിസ് 2 ohm and 3 ohm ആർ ഇൻ പാരലൽ. സോ ഐ എം ഗോയിങ് ടു റീപ്ലേസ് ഇറ്റ് വിത്ത് ദ നെയിം R1. സോ ഇതിന് ഞാൻ R1 എന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യണം? ഐ ഹാവ് ടു ഡ്രോ ഓൾ ദ എലമെൻറ്റ്സ്. ഐ ഹാവ് ടു റീഡ്രോ ഓൾ ദ എലമെൻറ്റ്സ് എക്സെപ്റ്റ് ദിസ്. ഇത് ഒഴിച്ച് ബാക്കി എല്ലാം റീഡ്രോ ചെയ്യണം. സോ ഐ എം റീഡ്രോയിങ് ഇറ്റ്. റീഡ്രോ ചെയ്യുമ്പോഴത്തേക്കും so I'm redrawing it. There is a 2 ohm resistance under 2 ohm, then there is a 1 ohm resistance under. So here it is A in between A and D there is 2 ohm. Here it is 30 volt and we have to find out the current here. So here it is 1 ohm between D and C. In between A and C we are having another 2 ohm and in between A and B we are having 4 ohms in parallel. അല്ലേ? ഇപ്പോൾ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബി ആണ്. ഇനി നമ്മൾ ബിയുടെ സിയുടെ ഇടയിലുള്ളതിനെയാണ് വി ആർ ഗോയിങ് ടു റീപ്ലേസ്. സോ ഹൗ വിൽ വി ഐ എം ഗോയിങ് ടു റീപ്ലേസ് ദിസ് വിത്ത് റെസിസ്റ്റൻസ് R1. സോ ഇതിന് എനിക്ക് റെസിസ്റ്റൻസ് R1 എന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്യാം. അപ്പം ഞാൻ എന്താ ചെയ്തത്? ഇതിനെ രണ്ടിനെയാണ് ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവരെ രണ്ടിനെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഐ ഹാവ് റീഡ്രോൺ ദ എൻറ്റയർ സർക്യൂട്ട് അതർ ദാൻ ദീസ് 2 റെസിസ്റ്റൻസസ്. സോ നൗ ദീസ് 2 റെസിസ്റ്റൻസസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. സോ 2 റെസിസ്റ്റൻസേ ഉള്ളെങ്കിൽ ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് ദ ഇക്വലൻറ്റ്? ദാറ്റ് ഈസ് R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. സോ ഹിയർ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് R1. ഈ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. So R1 is equal to, what is R? 2 into 3 divided by 2 plus 3, that is 5, that is 6/5 ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ നമുക്ക് നോക്കാൻ കറക്റ്റ് ആണോ എന്ന്. 2ഉം 3ഉം ആണ് അല്ലേ? സോ ഇഫ് ഐ എം ഗോയിങ് ടു സോൾവ് ഫോർ 2 and 3, then what will we do? Okay, 2 inverse plus 3 inverse whole inverse, അതിൻ്റെ ഇൻവേഴ്സ് എടുക്കണേ. സോ ദാറ്റ് ഈസ് ഇക്വൽ ടു 1.2. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.2. ഇത് ശരിയാണോ നോക്കണ്ടേ? 6 ഡിവൈഡഡ് ബൈ 5 എന്നായിരുന്നു കിട്ടിയത്. ദാറ്റ് ഈസ് ഓൾസോ 1.2. സോ R1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? R1 ഈസ് 1.2 ohm. സോ എനിക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഐ ക്യാൻ റീപ്ലേസ് ഇറ്റ് ആസ് 1.2 ohm എന്ന് റീപ്ലേസ് ചെയ്യാം. നോ, ഇഫ് യു ആർ ലുക്കിംഗ് അഗെയിൻ നമുക്ക് അന്നേരം മനസ്സിലാവും. ഇഫ് യു ആർ ലുക്കിംഗ് അഗെയിൻ ദെൻ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് what is the thing we understand it. That is, ഇവിടെ 4 ohms ആദ്യമേ നമ്മൾ കണ്ടാൽ ദീസ്
two 4 ohms are in parallel. So I can replace this resistance with R2. Okay, ആ റെസിസ്റ്റൻസിന് ഞാൻ ചുമ്മാ പേരിടുന്നതേ ഉള്ളൂ for my easiness. So this resistance I am replacing it with R2. So R2 is also parallel. അങ്ങനെ ആകുമ്പോൾ 4ഉം 4ഉം രണ്ട് റെസിസ്റ്റൻസ് പാരലൽ ആൻഡ് ഓൾസോ they are having equal characteristics ആണല്ലോ അല്ലെ, ഈക്വൽ ആണല്ലോ. ദാറ്റ് ഈസ് R equivalent when R1 is equal to R2 is equal to R. രണ്ട് ഈക്വൽ ആണെങ്കിൽ it will be R square by 2R. നമ്മൾ കുറച്ച് മുമ്പേ കൂടെ പഠിച്ചാണ്. ദാറ്റ്സ് R by 2 എന്ന് കിട്ടും. സോ ഹിയർ R2 കണ്ടുപിടിക്കുമ്പോൾ എന്താ 4 ohm റെസിസ്റ്റൻസ് ആണ് പാരലൽ. ഐദർ വി ക്യാൻ ഫൈൻഡ് 4 into 4 divided by 8, ദാറ്റ് ഈസ് 16 by 8 എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടും. അത് തന്നെയാണ് കണ്ടോ, 4നെ പകുതി എടുത്താൽ മതി, 2 ഒറ്റയടിക്ക് എഴുതാൻ പറ്റും. So R2 is equal to 2 ohm. So എന്ത് ചെയ്യാൻ പറ്റും, this resistance can be replaced with R2 and this is R1 അല്ലേ. അപ്പോൾ if I am redrawing the circuit, ഇവിടെ ഒരു 2 ohm ഉണ്ട്. This is in between A and D. B and C ക്ക് across ഒരു 1 ohm ഉണ്ട്. And here we are having a 2 ohm ഉണ്ട്. Okay, ഇനി ഇതിലേക്കൂടെ വരുന്നതാണ് കറണ്ട്. This is I and this is I and this is negative positive എന്ന് പറഞ്ഞ് 30 വോൾട്ട് സപ്ലൈയും വന്നു. ഓക്കെ, സോ ഇനി നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇവർ രണ്ടുപേരും ഇല്ലായിരുന്നു, R1ഉം R2ഉം കൂടെ സീരീസ് അല്ലായിരുന്നു ആയത്. സോ എന്ത് ചെയ്യാം, ഇതിന് ഇവിടെ R1ഉം R2ഉം കൂടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. R1 എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, 2 ohmഉം R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.2 ohmഉം. അപ്പം ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോഴേ നമുക്കറിയത്തില്ലേ, വി ക്യാൻ റീറൈറ്റ് ദിസ് ആസ് ഇത് രണ്ടും സീരീസിൽ വരുവാണ്. ഓക്കെ, സോ ഇത് സീരീസിലാവുമ്പോൾ R3, ഈ R3 എനിക്ക് എന്ത് പറയാം, R3 is equal to R1 plus R2. R3നെ ഞാൻ എങ്ങനെ എഴുതും, R1 plus R2. അപ്പോൾ എത്രയാണ് വരിക, 2 plus 1.2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 plus 1.2 that is 3.2 ohm എന്ന് എനിക്ക് എഴുതാൻ പറ്റും ഇല്ലേ. ഇനി നമ്മൾ നോക്കുക എഗെയിൻ, നോക്കിക്കേ, ഈ റെസിസ്റ്റൻസ്, ദിസ് റെസിസ്റ്റൻസ് R3 ഈസ് ഇൻ പാരലൽ വിത്ത് എന്താണ്, 2 ohm അല്ലേ, അങ്ങനെയല്ലേ കാണുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ എഗെയിൻ സിംപ്ലിഫൈ ദിസ്, ദാറ്റ് ഈസ് ദിസ് R3 ഈസ് ഇൻ പാരലൽ വിത്ത് ദിസ് 2 ohm. ഈ 2 ohm കൂടെ പാരലലാണ്. അതാണ് ഈ സർക്യൂട്ട് കാണിക്കുന്നത്. ഈ ഒരു പോയിന്റ് കാണിക്കുന്നു R3 ഈസ് പാരലൽ ടു 2 ohm. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അതിനെ സിംപ്ലിഫൈ ചെയ്യാം. സോ അതിനെ ഞാൻ ഐ വിൽ കോൾ ഇറ്റ് ആസ് മൈ R4. പുതിയൊരു പേരിട്ടു R4. സോ R4 എങ്ങനെയാണ്, R4 ഈസ് 2 ohm ഇൻ പാരലൽ വിത്ത് എത്രയാ, 3.2. സോ 2 into 3.2 അതായത് എത്ര, 6.4 divided by 5.2 എന്ന് വരുവേ. അത് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ സോൾവ് ചെയ്യുവാണല്ലോ, 3 inverse അല്ലേ, 2 inverse ക്ലിയർ ചെയ്യട്ടെ, കാണാൻ പറ്റുന്നുണ്ടോ. ഓക്കെ, ബ്രാക്കറ്റിൽ 2 inverse plus 3.2 inverse whole inverse and I will call it as 1.23. okay, so that resistance is 1.23 ohm. അങ്ങനെ എനിക്ക് കിട്ടി. അപ്പോൾ ഇവിടെ എന്താ 1.23 ohm വെച്ചിട്ട് ഞാൻ വീണ്ടും റീഡ്രോ ചെയ്യുവാണ്. ഇഫ് ഐ എം റീഡ്രോയിങ് അഗെയിൻ then I can see that നോക്കിക്കേ, ഇവിടെ 30 ഇവിടെ ഇങ്ങനെ വന്നിട്ടില്ലേ, 30 വന്നിട്ടുണ്ട്, 30 വോൾട്ട്. then point A, ഇവിടെ നമുക്ക് എന്താ വന്നത്, D, and in between point A there is 2 ohm and here in between point C there is 1 ohm. ഇനി ഇവിടെ രണ്ടിനെയും കൂടെ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടിയത്, we got it as 1.23 ohm. കണ്ടോ, ഇത്രയും സാധനം നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, how can we solve this, that is this 2ഉം 1.23യും കൂടെ സീരീസ് അല്ലേ. so I can replace it with some other circuit. here there is 2 ohmഉം പിന്നെന്താ നെക്സ്റ്റ് ഏതാ, ഇത് എത്ര, 2 1.23, ദാറ്റ് ഈസ് 2.23 ohm ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കറണ്ട് I എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് വിൽ ഹാപ്പൻ, ദിസ് 2 and 2.23 ohm പാരലലായി കഴിയുമ്പോഴത്തേക്കും എഗെയിൻ നമുക്ക് കണ്ടുപിടിക്കാം 2 ohm plus 2.23 inverse whole inverse. അതെത്ര, 1.054. സോ ഐ ഗോട്ട് ഇറ്റ് ആസ് 1.054 ohm. അങ്ങനെയാണ് ഹൗ ക്യാൻ ഐ റീഡ്രോ മൈ ദിസ് സർക്യൂട്ട്. ഈ സർക്യൂട്ടിനെ എനിക്ക് എങ്ങനെ തിരിച്ച് വരയ്ക്കാൻ പറ്റും, ഞാൻ പോയി വരയ്ക്കട്ടെ. അതായത് ഇവിടെ വരുമ്പോഴത്തേക്കും there is a 30 volt സപ്ലൈ ഉണ്ട്, there is a 30 volt supply and we will get it as
1.05 ഓം. അപ്പോൾ ഈ കറണ്ടിൻ്റെ വാല്യൂ എന്താ? ദാറ്റ് കറണ്ട് ഈസ് ഐ. അപ്പോൾ എങ്ങനെയാണ് ഐയുടെ കണ്ടുപിടിക്കുന്നത്? ഐ ഈസ് ഈക്വൽ ടു ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നല്ലേ, വി ഡിവൈഡഡ് ബൈ ആർ എ ഡി. അതല്ലേ ഈ ആർ എ ഡി എന്ന് പറഞ്ഞാൽ 30 ഡിവൈഡഡ് ബൈ 1.05 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 30 ഡിവൈഡഡ് ബൈ ആൻസർ ഇസ് 28.45. സോ ദാറ്റ് ഈസ് 28.45 ആംബിയർ. ഓക്കെ, 28.45 ആംബിയർ ആണ് ഇതിൻ്റെ ആൻസർ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഓക്കെ, ആദ്യം നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഞാനൊരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത് രണ്ടും പാരലലായിരുന്നു, അതിനെ ഞാൻ സിംപ്ലിഫൈ ചെയ്തൊരു വാല്യൂ കിട്ടി. ഇത് രണ്ടും പാരലലായിരുന്നു, അതിനെ സിംപ്ലിഫൈ ചെയ്ത് എനിക്കൊരു വാല്യൂ കിട്ടി. അപ്പം എന്നിട്ട് നോക്കുമ്പോഴത്തേക്കും എന്താ, അതാ ഇതും ഇതും സീരീസ് ആയിട്ട് വന്നു. സോ ഇവരെ രണ്ടുപേരെയും കൂടെ ഞാൻ സോൾവ് ചെയ്തപ്പം ഐ ഗോട്ട് അനദർ റെസിസ്റ്റൻസ് വാല്യൂ. ആ വാല്യൂവും ഈ 2 ഓമും എന്തായി? പാരലലായി. അപ്പം അവരെ രണ്ടുപേരെ സോൾവ് ചെയ്തു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ എന്താ, ഈ ഒരു ഇത്രയും സാധനവും ഈ റെസിസ്റ്റൻസ് 1 ഓമും സീരീസിലായിരുന്നു, അതിനെയും ഞാൻ സോൾവ് ചെയ്തു. അപ്പോൾ 2 ഓമും ഫൈനലി ഇതാണ്ട് 2.23യും കൂടെ പാരലലായി വന്നപ്പോൾ എനിക്ക് 1.05 എന്ന് കിട്ടി. ആ 1.05നെ ഞാനിവിടെ ഇക്വേഷൻ അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഫസ്റ്റ് ഇക്വേഷൻ എന്നായിരുന്നു? ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ. സോ 30 ഡിവൈഡഡ് ബൈ ആർ എ ഡി. സോ ഐ ഗോട്ട് ഇറ്റ് ആസ് 30 ഡിവൈഡഡ് ബൈ 1.05, ദാറ്റ് ഈസ് 28.45 ആംബിയർ. ദാറ്റ് ഈസ് ദ ആൻസർ. ഓക്കെ.